ഗൈസ്, ക്രിസ്മസിൻ്റെ തലേ ദിവസമാണെന്ന് നമുക്കിവിടെ ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഫ്യൂച്ചറിൽ 2636 ഒരു 64 ലോട്ട്, അതുപോലെ തന്നെ 2627 55 ലോട്ട്, 2622 ആ റേഞ്ചിൽ നമുക്ക് ഏകദേശം 123 ലോട്ട്. ഇതിൽ നമ്മൾ തലേ ദിവസത്തേക്ക് ഒരു ലിക്വിഡിറ്റി എന്താ പറയുക ക്യാൻഡിൽ സ്റ്റിക്കൊക്കെ നോക്കിയിട്ട് വരയ്ക്കുന്നവർക്ക് മനസ്സിലാവും നമുക്ക് ലിക്വിഡിറ്റി ചേഞ്ച് വരുന്ന ഒരു ഓപ്ഷനാണ്. അവർ ആ ലിക്വിഡിറ്റി പയ്യെ താഴത്തേക്ക് സെയിം ക്വാണ്ടിറ്റി തന്നെ താഴത്തേക്ക് ഒരു 20 പിപ്സിൻ്റെ മൂവ്മെൻറ്റ്സിന് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി നമുക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ICT SMC ഒക്കെ ചെയ്യുന്നവർക്ക് എവിടെയാണ് ലിക്വിഡിറ്റി എന്നുള്ളത് തലേ ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ബൈ ലിക്വിഡിറ്റി, സെൽ ലിക്വിഡിറ്റി എടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് ബുക്ക് മാപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ലിക്വിഡിറ്റി കിടക്കണേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റും. അവിടെ നടക്കുന്ന ആക്ഷൻസ് എന്താണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 90% നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ബൈയിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചൊക്കെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിജക്ഷൻ ട്രേഡേഴ്സ് ട്രേഡ് എടുക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ബുക്ക് മാപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ബുക്ക് മാപ്പ് റിലേറ്റഡ് ട്രേഡിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചാണ്, വളരെ ചെറിയൊരു റേഞ്ചാണ് ലിക്വിഡിറ്റി ഉള്ളത്. ഒരു എന്താ പറയുക 2622 ടു 2636 150 പിപ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഒരു ന്യൂ ഇയർ കഴിഞ്ഞിട്ടൊക്കെ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.